പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, ഇന്ന് നമുക്ക് വൃശ്ചിക രാശിയെപ്പറ്റി ചിന്തിക്കാം. 2025 വൃശ്ചിക രാശി എത്രത്തോളം നമുക്ക് ഹെൽപ്പ് ചെയ്യും, എത്രത്തോളം വൃശ്ചിക രാശിയിലുള്ള നക്ഷത്രങ്ങളായ വിശാഖം, 4-ാം പാദം, കേട്ട, അനിഴം എന്നീ നക്ഷത്രങ്ങൾക്ക് എത്രത്തോളം നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് നോക്കാം. ആദ്യമായി പറയട്ടെ, വൃശ്ചിക രാശി കഴിഞ്ഞ 7 വർഷമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ്. കാരണം ഈ കഴിഞ്ഞ 2.25 വർഷം അത് അർദ്ധാഷ്ടമ ശനിയുടെ പിടിയിലായിരുന്നു. അതിനു മുമ്പ് ഗുരു എന്ന് 6-ാം ഭാവത്തിലുള്ള ഗുരുവിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. പലതരത്തിലും അതിനു മുമ്പ് വീണ്ടും 7 ആണ്ട് ശനി അങ്ങനെയുള്ള 7 ആണ്ട് ശനിയുടെ ഇതിലായിരുന്നു. പൊതുവെ വൃശ്ചികത്തിന് ശനി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതും കൂടെ ആയപ്പം കഴിഞ്ഞ ഒരു 7.5 വർഷമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു നക്ഷത്രമാണ്, രാശിയാണ് വൃശ്ചിക രാശി. എന്നാൽ വൃശ്ചിക രാശിക്ക് 2025 ഒരു നല്ല കാലഘട്ടം എന്ന് തന്നെ പറയാം. കാരണം വൃശ്ചിക രാശി 2025 ആദ്യത്തെ പകുതിയിൽ, അതായത് മെയ് മാസം വരെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ടെങ്കിലും അതിനുശേഷം അർദ്ധാഷ്ടമ ശനി, അതായത് മീനത്തിലേക്ക് പോകുമ്പോൾ ശനി ഭഗവാൻ 5-ാം ഭാവത്തിലേക്ക്, രാശിയുടെ 5-ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ കഷ്ടപ്പാടുകൾ കുറച്ച് കുറയുന്നതായി കാണാം. എന്തുകൊണ്ട് ഈ 2-3 മാസം ബുദ്ധിമുട്ടുണ്ട്, അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ കാരണം എന്തെന്നാൽ, ശനി ഭഗവാൻ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. ഇപ്പം നമ്മൾ നക്ഷത്ര ജാതകം നോക്കിയാൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ശനി ഭഗവാൻ നിൽക്കുന്നത്. അത് ശനി ഭഗവാൻ്റെ നക്ഷത്രം തന്നെയാണ്. എന്നാൽ ഈ രാഹു എവിടെയാണ് നോക്കിയാൽ, രാഹു വൃശ്ചിക രാശിയുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നെങ്കിലും അതും ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. ഈ രാഹു ഭഗവാന്റെ ഒരു വിഷയം എന്തെന്നാൽ, രാഹു ഒരു നിഴൽ ഗ്രഹമാണ്. അപ്പോൾ അതിന് ഏത് ഗ്രഹമാണോ വീട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതേത് ഗ്രഹത്തിൻ്റെ കാലിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ സ്വഭാവം രാഹു കാണിക്കും. ശനിയുടെ സ്വഭാവം സ്വാഭാവികമായിട്ടും അത് കാണിക്കും. അതുകൂടി ആയപ്പോൾ എന്തായി, ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആദ്യം ശനി ഭഗവാൻ അത് അർത്ഥാശ്രമത്തിലല്ല നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവിക്കാൻ കാരണമാവും. എന്നാലും മെയ് മാസത്തിന് ശേഷം നാളെ ഒരു വലിയ വ്യത്യാസമുണ്ടാകാൻ പോകുന്നു. അതുവരേക്ക് കാരണം നമുക്കിപ്പം ഞാൻ ചില ജ്യോതിഷാചാര്യന്മാർ വാദിക്കുന്നത്, നമുക്ക് ഇപ്പോൾ ശുക്രൻ വന്നിട്ട് മീനത്തിലേക്ക് പോകുന്നു, ശുക്രൻ ഉച്ചത്തിലേക്ക് പോകുന്നു, അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് പ്രയോജനം ചെയ്യും, വൃശ്ചിക രാശിക്ക് പ്രയോജനം ചെയ്യും എന്നാണ്. എന്നാൽ രാഹു ശുക്രൻ ചേർച്ചയിൽ, അതായത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ചേരുമ്പോൾ ഇപ്പം ഇനി അടുത്ത് വരുന്നതാണ്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരാഴ്ച ഫെബ്രുവരി 1 മുതൽ 6-ാം തീയതി വരെ ശുക്രൻ ഉച്ചത്തിലാണെങ്കിൽ കൂടി അത് അംശകത്തിൽ കന്നിയിലാണ് വരുന്നത്, എന്ന് പറഞ്ഞാൽ നീചത്തിൽ വരുന്നു. അംശകത്തിൽ നീചത്തിലിരിക്കുന്നതുകൊണ്ട് അത് ഉച്ചത്തിൻ്റെ പ്രയോജനം ചെയ്യത്തില്ല. അതിനടുത്ത ഫെബ്രുവരി 6-ാം തീയതി മുതൽ അടുത്ത ഒരാഴ്ച എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ രാഹുവിൻ്റെയും ചിങ്ങത്തിൽ രാഹുവിൻ്റെ അംശവും പിന്നെ ശനിയുടെ അംശം കന്നിയിൽ നിൽക്കുമ്പോൾ അതൊരു ഷഷ്ടാഷ്ടമം മാതിരി വന്നിട്ട് അതും അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. മൂന്നാമത് വരുമ്പോൾ മൂന്നാമത്തെ ആഴ്ച എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ശനി നമ്മുടെ അംശകത്തിൽ നിൽക്കുന്ന ശുക്രൻ തുലാത്തിലേക്ക് വരുന്നു. അത് വന്നിട്ട് വളരെ ബെറ്ററായിട്ടൊരു ടൈം ആയിരിക്കും. ആ സമയത്ത് പല കാര്യങ്ങളും സാധിക്കും എന്ന് തന്നെ പറയാം. ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ട് പോകുന്നെങ്കിലും മെയ് മാസം ആകുമ്പോഴത്തേക്ക് എല്ലാം കുറച്ച് നല്ലൊരു സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലൊരു ബെറ്ററായിട്ടുള്ള പൊസിഷനിലേക്ക് വരും. ഈ 3 നക്ഷത്രങ്ങൾ പൊതുവെ അനിഴം, കേട്ട, വിശാഖം 4 എന്നില്ലേ, അനിഴത്തിൻ്റെ ഉത്രട്ടാതി എന്ന് പറയുന്നത് അനിഴത്തിൻ്റെ എത്രാം ഭാവത്തിൽ, 10-ാം ഭാവത്തിലാണ് വരുന്നത്. 10ാമത്തെ നക്ഷത്രമാണ്. അപ്പം നക്ഷത്ര ജാതക പ്രകാരം ജന്മധാരയിലാണ് അല്ലേ. അപ്പം ജന്മധാരയിൽ നിൽക്കുന്നത് മാനസികമായി ഒത്തിരി ഇഷ്യൂസ്, ഒത്തിരി പ്രശ്നങ്ങൾ അവരൊക്കെ അനുഭവിക്കേണ്ടി വരും. പലതരം ദുർഘടമായിട്ട് ചിന്തകൾ നമുക്കുണ്ടാകും.
അപ്പോൾ ആ സമയത്ത് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള രാഹുവിൻ്റെ അംശം കൂടെ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നടക്കാവുന്ന മാതിരിയൊക്കെ തോന്നും, പക്ഷേ ഒന്നും നടക്കത്തില്ല. എന്ന് പറഞ്ഞാൽ രാഹു എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഒരു സാധനത്തിനെ അങ്ങനെ വലിച്ചില്ല പൊറോട്ട പരത്തുന്ന പോലെ അങ്ങോട്ട് പരത്തി വലുതായിട്ട് കാണിക്കും, ഭീമാകാരമായിട്ട് കാണിക്കുമെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല. അതാണ് രാഹുവിൻ്റെ സ്വഭാവം. അപ്പം അതിൻ്റെ ഒരു അംശം അവിടെ വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് അനിഴം നക്ഷത്രത്തിനെ കൂടുതൽ ബാധിക്കുന്ന ആദ്യത്തെ 3 മാസം. അതിനുശേഷം സ്വാഭാവികമായിട്ടും എല്ലാ ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് മാറുന്നുണ്ട്. പിന്നെ മറ്റ് 2 നക്ഷത്രങ്ങളെ സംബന്ധിച്ചോളം, അതായത് കേട്ട നക്ഷത്രത്തിനും വിശാഖത്തിനും 4-ാം പാദത്തിനും എന്താ സംഭവിച്ചത്, മൈത്രധാരകളിലാണ് 8ഉം 9ഉം വരുന്നു. അതുപോലെ അതൊന്നും അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല. അപ്പം അങ്ങനെ അത് നമ്മുടെ നക്ഷത്രവശാൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ പോകുന്ന ശനി ഭഗവാൻ കേട്ടയ്ക്ക് അധികം ഇനിയും ഈ ജനുവരി മുതൽ അധികം ദോഷങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. മെയ് മാസം മുതൽ എഫക്റ്റീവായിട്ട് നന്നായിട്ടുണ്ടാകും. പക്ഷേ വീണ്ടും നമുക്ക് ഏകദേശം ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ഗുരുഭഗവാൻ 7-ാം ഭാവത്തിൽ നിന്ന് 8-ാമത്തിലേക്ക് പോകും, 8-ൽ മറയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവാധീനക്കുറവുണ്ടാകും. അതുകൊണ്ട് ഏത് കാര്യത്തിനും നമ്മൾ വളരെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മെച്ചപ്പെട്ട ഒരു വിശേഷത ഉണ്ടെങ്കിൽ, നല്ലൊരു ബിസിനസ്സോ എന്തെങ്കിലും തരത്തിലുള്ള പൈസയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് വന്നിട്ട് വളരെ കെയർഫുള്ളായിട്ട് ചിലവാക്കണം. കാരണം വീണ്ടും ഗുരു മറയാണ്, വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്, ദൈവാധീനക്കുറവ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. വൃശ്ചികരാശിക്ക് പൊതുവേ നല്ലൊരു 2025 നല്ലതാണെങ്കിലും ഞാനിപ്പോൾ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിൽ കബളിപ്പിക്കപ്പെടാനുള്ള ഒരു ചാൻസ് അവർക്കുണ്ട്. സോ പൈസയുടെ കാര്യത്തിലായാലും ശരിയും വേറെ ഏത് കാര്യത്തിലായാലും ശരിയും പ്രത്യേകം സൂക്ഷിക്കണം. ഇനി പരിഹാരത്തിലേക്ക് പോകാം. പരിഹാരമെന്ന് പറയുന്നത് വൃശ്ചിക രാശി ഇപ്പോൾ കുംഭത്തിൽ നിൽക്കുന്ന ശനിക്ക് അത് കുംഭം എന്ന് പറയുന്ന ഒരു കാറ്റ് രാശിയാണ്. പഞ്ചഭൂത പരിഹാരം അനുസരിച്ച് കാറ്റ് രാശിക്ക് എപ്പോഴും നമ്മൾ നല്ല മണമുള്ള വസ്തുക്കൾ, അതായത് ശനി ഭഗവാൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ദേവതയായ അയ്യപ്പന്, അല്ലെങ്കിൽ മഹാകാളിക്ക്, അല്ലെങ്കിൽ ഹനുമാന് നല്ല ധൂപം മൂലം ശനിയാഴ്ച രാവിലെ, അത് ശനിഹോരയിൽ ശനിയാഴ്ച സൂര്യൻ ഉദിച്ച് 1 മണിക്കൂറാണ്. ഇപ്പോൾ ശനിയാഴ്ച ആണെങ്കിൽ ശനിഹോര, അത് വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴഹോര എന്ന് പറയും. ഇപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ സൂര്യൻ ഉദിച്ചത് മുതൽ കലണ്ടർ നോക്കിയാൽ അറിയാം, അത് 1 മണിക്കൂർ ആ ഹോരയായിരിക്കും. അല്ലെങ്കിൽ ശനിയുടെ നക്ഷത്രങ്ങളായ പൂയം അല്ലെങ്കിൽ അനിഴം അങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ പോയി ചെയ്താലും മതി. പോയി ഈ ശാസ്താവിനോ അല്ലെങ്കിൽ പിന്നെ ഹനുമാനോ അല്ലെങ്കിൽ മഹാകാളിക്കോ സാമ്പ്രാണി നല്ല മണമുള്ള ധൂപങ്ങളെ കൊണ്ട് അർച്ചന കൊടുക്കുകയും നല്ല അർച്ചന ചെയ്യുകയും ചെയ്താൽ ഏറെക്കുറെയൊക്കെ ശനി ഭഗവാന്റെ ദോഷങ്ങൾ മാറ്റാം. പിന്നെ വേറെ ഒരു താന്ത്രിക പരിഹാരങ്ങളോട് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. 8 ഇടുക എന്ന് പറയും. എന്തിനാണ് 8 ഇടുന്നത്? 8 എന്ന് പറയുന്നത് ന്യൂമറോളജി പ്രകാരം ശനിയുടെ ഒരു നമ്പറാണ്. അപ്പം ദിവസവും രാവിലെ നമ്മൾ എണീച്ച് വലിയൊരു 8 ഉണ്ടാക്കി ആ 8-ൽ കൂടി ചെരുപ്പില്ലാതെ, ചെരുപ്പ് എപ്പോഴും കാലാണ് ശനിയുടെ പാദത്തിലാണ്, പിന്നെ ഈ ചെരുപ്പാണ് പിന്നെ ശനിക്ക് വേണ്ടിയിട്ട് ശനിയുടെ ഒരു ഭാവം ഉള്ളത്. അപ്പോൾ എന്താ, നമ്മൾ ചെരുപ്പിടാതെ 8 ഇടുക. ദിവസവും ഒരു 8 16 അല്ല ആ രൂപത്തിൽ 8 ഇട്ടാലും ഒരു വളരെ കാർമ്മിക പരിഹാരമാണ്, ഒരു താന്ത്രിക് പരിഹാരമെന്ന് ഇതിന് പറയാം. ഇത് നിങ്ങളിതൊന്ന് പ്രവർത്തിച്ച് അമ്പലത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ചെയ്യാവുന്ന കാര്യമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമസ്കാരം. എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി. ദയവ് ചെയ്ത് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.